കോൺഗ്രസിലെ അനിഷേധ്യ നേതാവായിരുന്നു കെ സുധാകരൻ. കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണികൾ ഉണ്ടായിരുന്നു കെ സുധാകരന്. സ്വന്തമായി അണികളുള്ള നേതാവ്, സ്വന്തമായി സൈബർ ടീമുള്ള നേതാവ്, അങ്ങനെയൊക്കെയായിരുന്നു കേരളത്തിൽ കെ സുധാകരൻ. അതിൻ്റെ ബലത്തിൽ തന്നെയാണ് കെ സുധാകരൻ KPCC പ്രസിഡന്റായത്. ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കെ സുധാകരൻ്റെ വാക്കുകൾക്ക് എതിരെ അഭിപ്രായം പറയാൻ പോലും നേതാക്കൾ ഉണ്ടായിരുന്നില്ല. സണ്ണി ജോസഫ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് പോലും കെ സുധാകരൻ്റെ തണലിൽ വളർന്നു വന്ന നേതാവാണ്. ഒരുപക്ഷെ KPCC പ്രസിഡന്റ് ആയതുപോലും കെ സുധാകരൻ്റെ തണലിൽ തന്നെയാണ്. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ പകരം ആര് എന്ന ചോദ്യം കെ സുധാകരനോട് ഹൈക്കമാൻഡ് ചോദിച്ചു. അപ്പോൾ കെ സുധാകരൻ പറഞ്ഞു സണ്ണി ജോസഫ് എന്ന്. അങ്ങനെ എല്ലാ ഗ്രൂപ്പുകൾക്കും സ്വീകാര്യനായ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി വന്നു. അതേ KPCC പ്രസിഡന്റ് തന്നെ കെ സുധാകരനെ പാരവെച്ചു. കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ചു. കത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്ത് സത്യമല്ല, അത് വ്യാജ കത്താണ് എന്നാണ് VD സതീശൻ പറയുന്നത്, പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫും പറയുന്നത്. എന്നാൽ കെ സുധാകരൻ ഉറപ്പിച്ചു പറയുന്നു അത് യഥാർത്ഥ കത്ത് തന്നെയാണ്, വ്യാജമാകാൻ സാധ്യതയില്ല എന്ന്. അതുകൊണ്ട് കത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകും എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കെ സുധാകരനെ വലിച്ചു താഴെയിട്ടത് ആരാണ്? ആദ്യം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ വലിച്ചു താഴെയിട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശന്റെ നിലപാട് കെ സുധാകരൻ KPCC പ്രസിഡന്റായിരുന്നാൽ ഒന്നിച്ചു പോകാൻ കഴിയില്ല, അതുകൊണ്ട് കെ സുധാകരനെ മാറ്റണം. മാറ്റിയില്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കും. ഇതാണ് ഹൈക്കമാൻഡിനോട് VD സതീശൻ പറഞ്ഞത്. ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു ഹൈക്കമാൻഡിന്. അങ്ങനെ കെ സുധാകരനെ മാറ്റി. പിന്നീട് കെ സുധാകരന്റെ ഏക ആഗ്രഹം കണ്ണൂരിൽ നിയമസഭയിലേക്ക് മത്സരിക്കുക എന്നതായിരുന്നു. അതിനും പാരവെച്ചു സണ്ണി ജോസഫ്, സ്വന്തം തണലിൽ വളർന്നു വന്ന സണ്ണി ജോസഫ്. എന്തുകൊണ്ടാണ് VD സതീശനും സണ്ണി ജോസഫിനുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? കെ സുധാകരനോട് കെ സുധാകരൻ പല്ലുകൊഴിഞ്ഞ സിംഹമാണ് എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞത് VD സതീശനും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിനുമാണ്. കോൺഗ്രസ് നേതാക്കൾക്കാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല കെ സുധാകരന്. കെ സുധാകരന് പഴയ ശക്തിയൊന്നുമില്ല, പല്ലുകൊഴിഞ്ഞ സിംഹമാണ് കെ സുധാകരൻ എന്ന് പരസ്യമായി പറയുന്നതിന് തുല്യമാണ് VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും നിലപാട്. സണ്ണി ജോസഫ് ഹൈക്കമാൻഡിന് എഴുതിയ കത്ത്, അതിൽ പറയുന്നുണ്ട് കണ്ണൂരിൽ കെ സുധാകരന് സീറ്റ് നൽകാൻ പാടില്ല എന്ന്. അത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുമെന്ന്. ആ കത്ത് മുഖവിലക്കെടുത്താണ് മല്ലികാർജ്ജുന ഖാർഗെ കെ സുധാകരന്, AICC കെ സുധാകരന് സീറ്റ് നിഷേധിച്ചത്. സണ്ണി ജോസഫ് ഒറ്റയ്ക്ക് ആ കത്ത് എഴുതില്ല, ഉറപ്പായും അതിന് പിന്നിൽ VD സതീശനും ഉണ്ടായിരിക്കും. VD സതീശനോട് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് തീർച്ചയായും സണ്ണി ജോസഫ് അത്തരമൊരു കത്ത് നൽകുക. ആ കത്തിന് പിറകിൽ ഒരുപക്ഷെ KC വേണുഗോപാലും ഉണ്ടാകും. കാരണം KC വേണുഗോപാലിനോട് ആലോചിക്കാതെ സണ്ണി ജോസഫ് ഒന്നും ചെയ്യില്ല എന്നതുകൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചിച്ച് ഒന്നിച്ചെടുത്ത തീരുമാനമാണ് കെ സുധാകരനെ പുറന്തള്ളുക എന്ന്. എന്തുകൊണ്ട്? കെ സുധാകരൻ പല്ലുകൊഴിഞ്ഞ സിംഹമായതുകൊണ്ട് തന്നെ. തിരിച്ചടിക്കാൻ കഴിയുമോ കെ സുധാകരന്? സണ്ണി ജോസഫിനെ പേരാവൂരിൽ തോൽപ്പിക്കാൻ കഴിയുമോ കെ സുധാകരന്? ആ ചോദ്യമാണ്. അതിലൂടെ പ്രതികാരം ചെയ്യാൻ കഴിയുമോ കെ സുധാകരന്? ആ ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്.